അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വളരെ കൃത്യമായി നിരീക്ഷിക്കുമ്പോൾ ചട്ടിപ്പറമ്പിൽ ഒരു സ്ത്രീ അവരുടെ 5ാമത്തെ പ്രസവത്തിൽ മരണപ്പെടുകയുണ്ടായി. അതിനു മുമ്പുള്ള 4 പ്രസവത്തിൽ 2 പ്രസവം വീടുകളിലും 2 പ്രസവം ഹോസ്പിറ്റലിലും. എന്ന് വെച്ചാൽ ആദ്യത്തെ 2 പ്രസവം ഹോസ്പിറ്റലിലും പിന്നീടുള്ള 2 പ്രസവം വീടുകളിലും, അതിനുശേഷമുള്ള 5ാമത്തെ പ്രസവമാണ് ഇപ്പോൾ മരണത്തിന് കാരണമായിരിക്കുന്നത് എന്നുള്ള പ്രചരണം ലഭിച്ചിട്ടുള്ളത്. തീർച്ചയായും 2 ഹോസ്പിറ്റൽ പ്രസവം നടത്തിയ ഇവർ ഒരു ഹോസ്പിറ്റൽ വിരോധിയാണെന്ന് പറയാൻ കഴിയില്ല. കാരണം 2 പ്രാവശ്യം ഹോസ്പിറ്റലിൽ പ്രസവിച്ചു. എന്നാൽ ഹോസ്പിറ്റൽ പ്രസവത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്, എൻ്റെ പരിചയമുള്ള പലരും അവർ ഹോസ്പിറ്റൽ പ്രസവത്തിൽ അനുഭവിക്കുന്ന ഒട്ടേറെ പ്രയാസങ്ങളുണ്ട്. പരിഹാരമില്ലാത്ത പ്രയാസങ്ങൾ, തെറിവിളികൾ, അതുപോലെ തന്നെ വളരെ മോശമായ പെരുമാറ്റങ്ങൾ, പലപ്പോഴും പുരുഷന്മാരായിട്ടുള്ള സ്റ്റാഫുകൾ ഉണ്ടാക്കുന്ന അനാവശ്യമായ മറ്റ് അസ്വസ്ഥതകൾ, പൊറുതികേടുകൾ, ഇങ്ങനെ തുടങ്ങി ഗർഭിണികൾ ഒട്ടേറെ ആരോഗ്യ പ്രശ്നങ്ങളെക്കാൾ കൂടുതൽ, പ്രസവവേദനയേക്കാൾ കൂടുതൽ മറ്റ് പല പ്രയാസങ്ങളും, പീഡനങ്ങളും, പരിഹാസങ്ങളും, അപമാനങ്ങളും, അതിലേറെ മാനഹാനിയുമൊക്കെ അനുഭവിച്ചുകൊണ്ടാണ് പലപ്പോഴും ഹോസ്പിറ്റലിൽ പ്രസവിക്കുന്നത്. ഹോസ്പിറ്റലിൽ പ്രസവിച്ചാൽ മതി എന്ന അഭിപ്രായമാണ് എനിക്കുള്ളതെങ്കിലും പക്ഷേ പലരും അത് ഫോളോ ചെയ്യാൻ തയ്യാറല്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ ശാസ്ത്രം ഒട്ടേറെ പുരോഗമിച്ചു എന്നൊക്കെ നമ്മൾ അവകാശപ്പെടുമ്പോഴും സ്ത്രീകൾ ഹോസ്പിറ്റൽ അനുഭവിക്കുന്ന പ്രയാസങ്ങളെപ്പറ്റി ശരാശരി ഒരു മലയാളി എന്ന നിലയിൽ നമ്മൾ ചിന്തിക്കാറില്ല. ഹോസ്പിറ്റൽ പ്രസവത്തെ പ്രോത്സാഹിപ്പിക്കാൻ എല്ലാവരും ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഘട്ടത്തിലായിരിക്കും ഇവർ 2 ഹോസ്പിറ്റൽ പ്രസവ ശേഷം, 2 വീട്ടുപ്രസവ ശേഷം വളരെ കൃത്യമായി അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള 3ാമത്തെ വീട്ടുപ്രസവത്തിലാണ് ഇവർ മരണപ്പെടുന്നത്. വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, എന്തിനായിരിക്കും ഇവർ 2 ഹോസ്പിറ്റൽ പ്രസവ ശേഷം 3 വീട്ടുപ്രസവം തിരഞ്ഞെടുത്തിട്ടുണ്ടാവുക എന്ന് ചോദിച്ചാൽ, ഒരിക്കലും നമ്മൾക്ക് ഏതെങ്കിലും അർത്ഥത്തിലുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ പറയാൻ സാധിക്കില്ല. അവരോട് ചോദിക്കാൻ അത്രയും സാധിക്കില്ല, കാരണം അവർ മരണപ്പെട്ടു പോയി. എന്നാൽ ഇന്ന് ഒട്ടേറെ സ്ത്രീകൾ വീട്ടുപ്രസവിക്കുന്നത് വാർത്തയാകുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ടായിരിക്കും ഇവർ വീട്ടുപ്രസവിക്കാൻ തയ്യാറാകുന്നത് എന്നുള്ളത്. തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ഒട്ടേറെ സംഭവങ്ങൾ ഹോസ്പിറ്റലിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് പരിഹാരമായി എന്ത് ചെയ്യാൻ കഴിയും എന്ന അന്വേഷണം, ഒരുപക്ഷെ അറിവ് നേടാൻ പല വഴികൾ ഈ കാലത്തുണ്ട്. യൂട്യൂബിൽ നമുക്കറിയാം, BM ഹെഗ്ഡെ പോലെയുള്ള പ്രഗത്ഭരായ അലോപ്പതി വിശ്വഘരന്മാർ തന്നെ വീട്ടുപ്രസവിക്കലാണ് ഏറ്റവും ഉത്തമം എന്നുള്ള വീഡിയോകളും. Number 3rd question is C-section. Oh, pure business, amma. Pure business. 100% business. Left alone naturally, 99% of the women will deliver through the natural route, which is the ideal route, good for the child, because we live in this world not because of us, but because of the germs that are in us. വീട്ടുപ്രസവം ഭർത്താക്കന്മാരെ പഠിപ്പിക്കുകയും ഭർത്താക്കന്മാർക്ക് ട്രെയിനിങ് നൽകുകയും അവരുടെ മാതാപിതാക്കളുടെ, പ്രത്യേകിച്ച് മാതാക്കന്മാരുടെ സാന്നിധ്യമൊക്കെ ഉറപ്പുവരുത്തിക്കൊണ്ട് വളരെ സുരക്ഷിതമായി വീട്ടിൽ പ്രസവിക്കാൻ കഴിയുമെന്ന് യൂട്യൂബിലൂടെ പല കാലങ്ങളായി പറയുന്ന ഒരു മഹത് വ്യക്തി തന്നെയാണ് BM ഹെഗ്ഡെ. എന്നാൽ വെറും ഒരു BM ഹെഗ്ഡെ മാത്രമല്ല, ഡോക്ടർ ഫസൽ റഹ്മാനെ പോലെയുള്ള ഒട്ടേറെ അലോപ്പതി ഡോക്ടർമാർ അവർ ഹോസ്പിറ്റൽ പ്രസവത്തിന് പല കാരണങ്ങൾ കൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും MBBSും MDO കഴിഞ്ഞ ഡോക്ടർ ഫസൽ റഹ്മാൻ പോലും വീട്ടുപ്രസവമാണ് ഏറ്റവും നല്ലത് എന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തിൽ പറഞ്ഞു പോയിട്ടുള്ളത്? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇത് മാത്രമല്ല, നമ്മുടെ നാട്ടിലെ ഒട്ടേറെ സ്ത്രീകൾ അവർ ഹോസ്പിറ്റലിലും വീട്ടിലും പ്രസവിച്ച ആളുകൾ നിങ്ങൾ അന്വേഷിച്ചാൽ, വീട്ടിലും ഹോസ്പിറ്റലിലും പ്രസവിച്ച എല്ലാ സ്ത്രീകളും ഹോസ്പിറ്റൽ പ്രസവത്തേക്കാൾ വീട്ടുപ്രസവമാണ് നല്ലത് എന്ന അഭിപ്രായം പറയുമ്പോൾ, ഞാനോ നിങ്ങളോ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയി പ്രസവിച്ചോളൂ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അവരൊരു പക്ഷേ ഹോസ്പിറ്റൽ സ്വീകരിച്ചുകൊള്ളണമെന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്,
നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വീട്ടുപ്രസവം വർദ്ധിക്കുന്നു എന്ന വാർത്ത കാണുമ്പോൾ അതിന് കാരണമുണ്ടാകും. നമുക്കറിയാം, നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയോട് പ്രാചീന കാലത്ത് മനുഷ്യൻ യാത്ര ചെയ്ത പോലെ കാളവണ്ടിയിൽ പോയിക്കോ എന്ന് പറഞ്ഞാൽ ആര് സ്വീകരിക്കും? ഒരു മനുഷ്യൻ സ്വീകരിക്കില്ല. ഇവിടുന്ന് ഹജ്ജിന് പോകുന്ന സമയമായിരിക്കുകയാണ്. ഈ ഹജ്ജിന് പോകേണ്ട ഹജ്ജ് യാത്രക്കാരോട് 100 കൊല്ലമോ 500 കൊല്ലമോ മുമ്പേ മനുഷ്യൻ ഹജ്ജിന് പോയിട്ടുണ്ട്, അതുപോലെ നിങ്ങൾ വിമാനമില്ലാതെ പോയിക്കോളൂ എന്ന് പറഞ്ഞാൽ ആര് സ്വീകരിക്കും? ആര് ചെവിക്കൊള്ളും? ആരും സ്വീകരിക്കില്ല. ഇങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ വീട്ടുപ്രസവവും ഹോസ്പിറ്റൽ പ്രസവവും അനുഭവിച്ച സ്ത്രീകൾ ഹോസ്പിറ്റൽ പ്രസവത്തെ തള്ളിപ്പറയുമ്പോൾ അവിടെ അവരനുഭവിച്ച പീഡനങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വീട്ടുപ്രസവമാണ് നല്ലെന്ന അഭിപ്രായം പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഹോസ്പിറ്റൽ പ്രസവത്തിൽ എന്തോ കാര്യമായ തകരാറുണ്ട്. ഇത് മനസ്സിലാക്കാതെ, ഇതിന് പരിഹാരം കാണാതെ ഒരിക്കലും ഹോസ്പിറ്റൽ പ്രസവം മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഏതായാലും ഞാൻ എൻ്റെ അഭിപ്രായം പറയുകയാണ്. ഏറ്റവും നല്ല ശാസ്ത്ര സാങ്കേതിക വിദ്യ പുരോഗമിച്ചു എന്നൊക്കെ നമ്മൾ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല, അല്ല അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, വാദോരാതെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. മറിച്ച് സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ഗർഭിണികൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ഇതിനെപ്പറ്റി കൃത്യമായി നിരീക്ഷിക്കുകയും ഒട്ടേറെ മത നേതാക്കന്മാരൊക്കെ തന്നെ ഹോസ്പിറ്റലിൽ പ്രസവിച്ചാൽ മതി എന്ന് സ്ത്രീകളെ ആഹ്വാനം ചെയ്യുമ്പോൾ പോലും ഹോസ്പിറ്റലിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെപ്പറ്റി ചൂണ്ടിക്കാണിക്കാനോ അതിനെപ്പറ്റി ചിന്തിക്കാനോ തയ്യാറാവാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെ ഉള്ളത്. വളരെ വസ്തുതാപരമായ കാര്യമാണ്. ചുരുക്കി പറഞ്ഞാൽ, സ്ത്രീ വീട്ടിൽ പ്രസവിക്കുക എന്നത് കുറ്റകൃത്യമല്ല, ഇന്ത്യൻ നിയമം അനുസരിച്ച് കുറ്റകൃത്യമല്ല. പക്ഷേ വീട്ടിൽ ചില സാഹചര്യങ്ങൾ അത് അപകടപ്പെടുത്തിയേക്കാം എന്ന് നമ്മൾ പറയുമ്പോൾ ഹോസ്പിറ്റൽ അപകടമില്ല എന്ന് പറയുകയും സാധ്യമല്ല. ഈ അടുത്ത് ചട്ടിപ്പറമ്പിൽ വീട്ടിൽ പ്രസവിച്ച ഒരു സ്ത്രീ മരണപ്പെട്ടതിൻ്റെ അതേ ആഴ്ച തന്നെ വേങ്ങരയിൽ ഹോസ്പിറ്റലിൽ പ്രസവിച്ച സ്ത്രീ മരണപ്പെട്ടു. പക്ഷേ ഇത് വാർത്തയില്ല, ഇതിനെപ്പറ്റി ചർച്ചയില്ല. ടി വി മാധ്യമങ്ങളിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വാർത്താ മാധ്യമങ്ങളിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കുകളിലോ അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊന്നും തന്നെ ഇത് ചർച്ചയില്ല. അതെന്തുകൊണ്ടാണ് ചർച്ചയില്ലാത്തത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഹോസ്പിറ്റൽ പ്രസവം പ്രോത്സാഹിപ്പിക്കുന്ന ഓരോ ആളുകൾക്കും ഈ മരണത്തിന് ഉത്തരവാദിത്തമില്ലേ? തീർച്ചയായും വീട്ടു പ്രസവം പ്രോത്സാഹിപ്പിക്കുന്ന ആളുകൾക്ക് വീട്ടിൽ മരണത്തിന് ഉത്തരവാദിത്തമുണ്ടെന്ന് പറയുന്ന ആളുകൾ തീർച്ചയായും ഹോസ്പിറ്റൽ പ്രസവം സംഭവിക്കുമ്പോൾ അതിലുണ്ടാകുന്ന അപകടങ്ങൾക്ക് തീർച്ചയായും ഹോസ്പിറ്റൽ പ്രസവം പ്രോത്സാഹിപ്പിച്ച ആൾക്ക് ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം ഒഴിഞ്ഞു മാറി നിൽക്കുന്ന ഒരു കാഴ്ചയും ഇവിടെ കാണുന്നുണ്ട്. ഏതായാലും സ്ത്രീ വീട്ടിൽ പ്രസവിക്കണോ ഹോസ്പിറ്റൽ പ്രസവിക്കണോ തീരുമാനമെടുക്കാനുള്ള അധികാരം എനിക്കില്ല. ഞാൻ പറയുന്നത്, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കണ്ടെത്തുന്നതിന് പകരം നിങ്ങളൊക്കെ വീട്ടിൽ പോയി പ്രസവിച്ചോളൂ, നിങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ പോയി പ്രസവിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് യാതൊരു കാര്യമില്ല. തീർച്ചയായും വീട്ടിൽ പ്രസവം വളരെ സുഖമുള്ള ഒരു കാര്യമായി ഇന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ, ഹോസ്പിറ്റൽ പ്രസവത്തിൽ ഇന്ന് സ്ത്രീകൾ ഒട്ടേറെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, തീർച്ചയായും ഈ പ്രയാസങ്ങൾക്ക് പരിഹാരം കാണുന്നില്ലെങ്കിൽ വെറുതെ ഞാനടക്കമുള്ള ഓരോ ആളുകളും യൂട്യൂബിൽ വന്നിട്ട് നിങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ പോയി പ്രസവിച്ചോളൂ എന്ന് പറഞ്ഞാൽ ഈ പ്രയാസങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാതെ ആരെങ്കിലും ഹോസ്പിറ്റലിൽ പോയി പ്രസവിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. ഏതായാലും ഞാൻ ആഗ്രഹിക്കുന്നത്, സ്ത്രീകൾക്കായാലും ശരി, പുരുഷന്മാർക്കായാലും ശരി, കുട്ടികൾക്കായാലും ശരി, വൃദ്ധർക്കായാലും ശരി, അവർ അനുഭവിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ശരിയായ പരിഹാര മാർഗങ്ങൾ വേണം. മരണം വരെ മരുന്ന് കഴിച്ചുള്ള ജീവിതം ഒരു പരിഹാര മാർഗമല്ല എന്നത് പറഞ്ഞ പോലെ തന്നെ സുഖമായി നടക്കുന്ന പ്രസവങ്ങൾക്ക് ഹോസ്പിറ്റലുകളിൽ സിസേറിയൻ ചെയ്തുകൊണ്ട് ജനങ്ങളെ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്നുള്ള വാർത്ത വല്ലാതെ ഇടം പിടിച്ചിരിക്കുന്നു. ലോകാരോഗ്യ സംഘടന 10 മുതൽ 15% വരെയാണ് സിസേറിയൻ നിർദ്ദേശിക്കുന്നതെങ്കിൽ ഇന്ന് കേരളത്തിലുള്ള സിസേറിയൻ നിരക്ക് എത്രയാണ്? ഇതിൻ്റെ വർധനത്തിന് കാരണം എന്താ എന്നൊക്കെ സ്വാഭാവികമായും ഓൺലൈനൊക്കെ വായിച്ച് മനസ്സിലാക്കുന്ന, മറ്റ് കാര്യങ്ങളൊക്കെ കൃത്യമായി പഠിക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്കാരെയും പറ്റിക്കാൻ കഴിയില്ല. നിരന്തരമായി ഒരു സമൂഹത്തെ നമുക്ക് ഒളിപ്പിച്ചു വെച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഏതായാലും ഏതൊരു വ്യക്തിയും അയാളൊരു പ്രശ്നം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പരിഹാരം അന്വേഷിക്കുക എന്നുള്ളത് അയാളുടെ സ്വന്തം താല്പര്യമാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു സ്ത്രീ വീടുകളിലും ഹോസ്പിറ്റലിലും പ്രസവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ
ഹോസ്പിറ്റൽ പ്രസവിക്കുന്നത് പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല, വീട്ടിൽ പ്രസവിക്കുന്നത് പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്നൊന്നും ആർക്കും അഭിപ്രായം പറയുകയും സാധ്യമല്ല. ഏതായാലും ഒരു സ്ത്രീയുടെ അവകാശമാണ് പ്രസവം. അവർക്ക് വീട്ടിലോ ഹോസ്പിറ്റലിലോ തിരഞ്ഞെടുക്കുന്നത് അവരുടെ സ്വന്തം തീരുമാനം മാത്രമാണ്. തീർച്ചയായും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ ചികിത്സിക്കുക എന്നുള്ളത് ധാർമ്മിക ബാധ്യതയുമാണ്. ഏതായാലും ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ പ്രസവത്തെപ്പറ്റി ഇത്രയും ചർച്ചയുള്ള ഈ കാലഘട്ടത്തിൽ എന്തിനായിരിക്കും ഗർഭിണികൾ സൗകര്യമുള്ള ഹോസ്പിറ്റൽ ഉണ്ടായിരിക്കെ വീടുകളിൽ പ്രസവിക്കാൻ ശ്രമിക്കുന്നു എന്ന ചോദ്യത്തിന് കൃത്യമായി ചികിത്സാ മേഖലയിലെ ചൂഷണമാണെന്ന് വ്യക്തമായി ബോധ്യപ്പെടുന്നുണ്ട്. ഒരുപക്ഷെ വർഷങ്ങൾക്ക് മുമ്പ് ഹിലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തി വീട്ടിൽ പ്രസവിക്കുകയും അദ്ദേഹത്തിൻ്റെ ഭാര്യ വീട്ടിൽ പ്രസവിക്കുകയും അദ്ദേഹം മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ നൽകിയ മറുപടിയിൽ ഹോസ്പിറ്റൽ പ്രസവം ഒരു അനാവശ്യമായ പണച്ചെലവഴിക്കലാണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതേപോലെ തന്നെ മറ്റ് ഒട്ടേറെ സംഭവങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ഈ സംഭവങ്ങളെ നിരീക്ഷിക്കുമ്പോൾ വീട്ടുപ്രസവം പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന ആളുകൾ ഒട്ടേറെയുണ്ട്. ഇത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെ കാര്യമായി പറയുന്നു എന്നുള്ളത് ഒരു വലിയ ഖേദം മാത്രമാണ്. ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത്, ഏതൊരു സ്ത്രീയും അവർക്ക് ഗർഭമുണ്ടായാൽ പ്രസവിക്കാനുള്ള അവകാശമുണ്ട്. അത് ഏത് ഹോസ്പിറ്റലിൽ പോകണം, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകണോ, പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകണോ, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോകണോ, അല്ല വീട്ടിൽ തന്നെ മതിയോ എന്നൊക്കെ തീരുമാനിക്കാനുള്ള പൂർണ്ണാധികാരം സ്ത്രീകൾക്ക് മാത്രമാണ്. അതിനെ ചോദ്യം ചെയ്യാൻ ആർക്കും അധികാരമില്ലെന്ന് മാത്രം പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.